വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണോ? ഞാനിവിടെ അടിപൊളിയായിട്ടിരിക്കുന്നു. ആകെ മൊത്തം ഒരു അപാകതയുണ്ട്. ഈ ബെൽറ്റ് ഉണ്ടല്ലോ, മുകളിൽ ഇടാൻ പറ്റുന്നില്ല, താഴെ ഇടാൻ പറ്റുന്നില്ല. അപ്പൊ അതിന്റെ ഇടയിലുള്ള ഒരു ഏരിയ ഞാൻ കണ്ടുപിടിച്ചതായിരുന്നു. കുറച്ചായി ഈ ഡ്രസ്സ് വാങ്ങിയിട്ട്. പക്ഷെ ഇത്ര വലിയ ലൈൻസ് വരുമ്പോൾ എനിക്ക് അത്ര സുഖം തോന്നുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഞാൻ മാറ്റി വെച്ചതായിരുന്നു. പക്ഷെ കുറച്ച് ലൂസ് ആയതുകൊണ്ട് ഇപ്പോൾ ആ ഒരു സുഖമുണ്ട്. അങ്ങനെ ഞാൻ ഇട്ടതാണ്. ഇതെന്താ എൻ്റെ ഫാഷൻ ഷോ ആയിരുന്നു? സോറി, നമ്മുടെ ടോപ്പിക് ഒന്ന് വളരെയധികം മാറിപ്പോയി. നമുക്കേ ഒന്ന് പുറത്തു പോവാം. കുറച്ചധികം കാലമായി നമ്മൾ ഷോപ്പിങ്ങിനൊക്കെ പോയിട്ട്. നമ്മളതല്ല, ഞാൻ തന്നെ ആക്ച്വലി ഷോപ്പിങ്ങിന് പോയിട്ട് കുറേ ആയിട്ടോ. ഞാൻ ഇന്നലെയാണ് ആ ഒരു റിയലൈസേഷനിലെത്തിയത്. കഴിഞ്ഞൊരു 3 മാസമായി ഞാൻ, അല്ലെങ്കിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒരു ദിവസമൊക്കെ ഇങ്ങനെ പുറത്തു പോയി എനിക്കിഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് ഫുഡൊക്കെ കഴിച്ച് വരുമ്പോൾ ഒരു 4-5 കവറൊക്കെ ആയി വീട്ടിൽ വന്ന് അത് വിഷ്ണുവിന് ഇട്ട് കാണിച്ച് ഷോ കാണിച്ചിട്ടുള്ള സംഗതിയൊക്കെ ഉണ്ടായിരുന്നല്ലോ. പക്ഷെ ഇപ്പം കഴിഞ്ഞൊരു 3-4 മാസമായിട്ട് അതില്ല. എന്താ പറ്റിയെന്നുള്ളത് ഞാൻ കാര്യമായിട്ട് ഇങ്ങനെ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടായിരുന്നു. വേറെ ഒന്നുമല്ല, തണുപ്പ്. ഭയങ്കര തണുപ്പായിരുന്നേ. സാധാരണ വിന്ററിലുള്ളതിനേക്കാളും എനിക്ക് കുറച്ചധികം തണുപ്പൊക്കെ ഫീൽ ചെയ്ത് എൻ്റെ കംഫർട്ട് പൊസിഷൻ ഈ ഒരു കൗച്ചായിരുന്നു. അവിടെ ഇരുന്നും കൊണ്ടുള്ള ക്രിയേറ്റിവിറ്റിയും അവിടെ ഇരുന്നും കൊണ്ടുള്ള കാര്യങ്ങളായിരുന്നു മെയിൻലി ചെയ്യുന്നുണ്ടായിരുന്നത്. അപ്പൊ അതുകൊണ്ട് മെയിനായിട്ട് ഷോപ്പിംഗ് ഉണ്ടായിരുന്നില്ല. പിന്നെ കുറച്ച് ഡ്രസ്സ് വാങ്ങിക്കേണ്ട ആവശ്യം ഇടയിൽ വന്നിട്ടുണ്ടായിരുന്നല്ലോ, എല്ലാ പാൻസും ഒന്നും കൊള്ളാത്തതുകൊണ്ട്. അപ്പൊ അതുകൊണ്ട് കുറച്ച് ഡ്രസ്സൊക്കെ ഇങ്ങനെ ഓൺലൈൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതല്ലാതെ ഒരു മെയിൻ ഷോപ്പിംഗ് നമ്മൾ കഴിഞ്ഞൊരു 3 മാസമായിട്ട് ചെയ്തിട്ടില്ല. എനിക്കാണെങ്കിൽ ജീവിതത്തിൽ വളരെയധികം സന്തോഷം കിട്ടുന്ന കാര്യമാണ് ഇങ്ങനെ ഒന്നും വാങ്ങുന്നില്ലെങ്കിലും കടകളിൽ പോയി കയറി ഇറങ്ങി എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കുക, കുറച്ച് പൈസ അവർക്കൊക്കെ കൊടുക്കുക. അവർക്കൊരു സന്തോഷമാവും, എനിക്കൊരു സന്തോഷമാവും. വരുമ്പോൾ കുറെ കവറൊക്കെ ആയിട്ട് കയറി വരിക എന്നുള്ളത്. അപ്പൊ ഒരു 3 മാസത്തെ ബ്രേക്ക് വന്നപ്പോൾ ഇപ്പൊ ചെറിയൊരു മടി വന്നിരിക്കുന്ന ഒരു കാര്യത്തേക്ക് പോകാൻ. ഇഷ്ടമുള്ള കാര്യമാണെങ്കിലും ഒരു മടി, നമ്മളൊരു കംഫർട്ട് സോൺ കണ്ടുപിടിച്ചല്ലോ, അതിന്റെ ഒരു പ്രശ്നമാണ്. അങ്ങനെ ഇന്നലെ ഇവിടെ കുറച്ച് വെയിലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ടെമ്പറേച്ചർ 1-2 ഡിഗ്രി ഒക്കെയാണ്, വലിയ കാര്യമൊന്നുമില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു ഒന്ന് പുറത്തു പോവാം, കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് കുറച്ച് ആൾക്കാരെയൊക്കെ കണ്ട് പുറത്തുനിന്ന് ഫുഡൊക്കെ കഴിച്ച് നല്ല അടിപൊളി ഫ്രഷ് ആയിട്ട് തിരിച്ചു വരാമെന്ന്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇതെൻ്റെ ഒരു മീഡേ ആണ്. കുറച്ച് കാലങ്ങൾക്ക് ശേഷം ഞാൻ എൻ്റെ കാര്യങ്ങൾക്കും എൻ്റെ സന്തോഷങ്ങളിലൊക്കെ വീണ്ടും വന്ന് ലൈഫിലോട്ട് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുന്നില്ല. അങ്ങനെ സന്തോഷം പോയി എന്നൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ എന്നാലും ഇങ്ങനത്തെ കുറച്ച് മസാലകൾ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് നമുക്ക് തിരിച്ചു കൊടുന്ന് ഒന്ന് കളർഫുൾ ആക്കാം. അപ്പോൾ നമുക്ക് തൽക്കാലം പുറത്തു പോവാം. നമുക്കിവിടെ ആംസ്റ്റർഡാം സ്റ്റൈൽ ഔട്ട്ലെറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ഔട്ട്ലെറ്റ് ഉണ്ട്, അങ്ങോട്ടാണ് പോകുന്നത്. ഇവിടെ നിന്ന് ഒരു 20 മിനിറ്റ് ഒക്കെ ഉള്ളൂ. അവിടെ കുറച്ച് ബ്രാൻഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ ഭയങ്കര പ്രീമിയം ബ്രാൻഡ്സ് ഒന്നും അല്ല. ഇപ്പോൾ ഓൺലി, വെറോമോഡ, നൈക്കി, പ്യൂമ, പിന്നെ മൈക്കിൾ കോർസ്, അങ്ങനത്തെ കുറച്ച് അത്യാവശ്യം നല്ല തിരക്കേടില്ലാത്ത മീഡിയം ടു പ്രീമിയത്തിന്റെ ഇടയിൽ നിൽക്കുന്ന ബ്രാൻഡ്സ് ഉണ്ടല്ലോ, അങ്ങനത്തെ കുറച്ച് ബ്രാൻഡ്സ് ഉണ്ട്. അപ്പോൾ അവിടെ പോയിട്ട് നമുക്കൊരു ചെറിയ ഷോപ്പിങ്ങിന് പോവാം. നമ്മുടെ 1 മില്യൺ സെലിബ്രേഷന്റെ സമയത്ത് വിസ്മയി അല്ലേ എൻ്റെ ഫ്രണ്ട്, അവളിത് കേട്ടാൽ ചിലപ്പോൾ നമ്മളെ വീട്ടിൽ വന്ന് കണ്ടണം പൊട്ടിക്കും. അവളെനിക്ക് അന്ന് തന്ന ഒരു ഗിഫ്റ്റ് കാർഡ് ഉണ്ടായിരുന്നു ഷോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. ഇറ്റലി പോകുന്ന സമയത്ത് നീ ഷോപ്പ് ചെയ്യേ പൊളിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ തന്നതായിരുന്നു. അത് ഞാൻ ഇന്നേ വരെ അനക്കിയിട്ടില്ല കേട്ടോ. കാരണം ഞാൻ എപ്പോഴും വിചാരിക്കും ഷോപ്പിൽ പോയിട്ട് ഷോപ്പ് ചെയ്യുമ്പോൾ കുറച്ചും കൂടെ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ അങ്ങനെ ബൾക്കായിട്ട് വാങ്ങിക്കാൻ പറ്റുമല്ലോ. അങ്ങനത്തെ ഒരു അവസരം ഉണ്ടാവാത്തത് കാരണം ഇതുവരെ അത് വാങ്ങിയിട്ടില്ല. അപ്പോൾ ഇന്ന് നമുക്ക് അവിടെ പോയിട്ട് കാര്യങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്യാം, വാങ്ങിക്കാം. പിന്നെ അപ്പം അത്രയൊക്കെയാണ് പ്ലാനുള്ളൂ. അപ്പോൾ തൽക്കാലം നമുക്ക് പോവാം. ഞാൻ അടുത്ത പിന്നെ പറയാം കുറേ കാര്യങ്ങൾ. എനിക്ക് ഇൻട്രോ വന്നു കഴിഞ്ഞാൽ ആകെ മൊത്തം ഒരു തിരക്കാണ്, എന്തൊക്കെയോ പറയണമെന്ന് അറിയില്ല, കുറേ കാര്യങ്ങൾ പറയണ്ടായിരിക്കും. അപ്പോൾ തൽക്കാലം നമുക്ക് പോവാം. അപ്പം ഇനി സമയം കളയണ്ട. വെൽക്കം ടു യെറ്റ് അനദർ എപ്പിസോഡ് ഓഫ് ബെൽറ്റ് ഇഷ്ടപ്പെടുന്നില്ല. വെൽക്കം ടു യെറ്റ് അനദർ എപ്പിസോഡ് ഓഫ് തനി മലയാളീസ് പ്രഹസനം. വിഷ്ണു, ഞാൻ പോവാ. ഒരു ഓറഞ്ച് മാക്കിന്റെ ഒരു ലിപ്സ്റ്റിക് ആണ്. ഓറഞ്ച് എന്ന് പറയാൻ പറ്റില്ല, ഒരു പീച്ച് കേസിന്റെ മുകളില് ഒരു പ്രിന്റ് വരുന്ന കളർ ലിപ്സ്റ്റിക്. ഞാനിപ്പോൾ സ്റ്റേഴ്സ് കുറേ കയറി ഇറങ്ങുന്നത് കുറച്ചൊക്കെയാണ്. വിഷ്ണുനോട് ഇതൊരു ലിപ്സ്റ്റിക് എടുത്താൽ പറഞ്ഞാൽ വിഷ്ണു ഇന്നേ വരെ ഒരു സാധനം തിരഞ്ഞ് കണ്ടുപിടിക്കുക എന്നുള്ള സ്കിൽ വളരെ കുറവാണ്. ഒന്ന് വൈകുന്നേരം വരുമ്പോൾ തിരയേണ്ടി വരും. കിട്ടിയിട്ടില്ലല്ലോ, ഇവിടെ അവിടെ തുറന്നോടെ തന്നെ ഉണ്ടായിരിക്കും. ഞാൻ പറഞ്ഞു കിട്ടൂല. ആന്നല്ല, അതിലവിടെ പ്രിന്റ്. എന്തുകൊണ്ടാണ് ദേഷ്യം വരുന്ന? ഒരു സാധനം തെരഞ്ഞു കണ്ടുപിടിക്കാനുള്ള സ്കില്ലില്ല. അതേ ഇരിക്കുന്നോ? ഞാൻ പോവാ. ഉച്ചക്ക് എന്താണ് താങ്കളുടെ ശാപ്പാട്? ചിക്കൻ ഫ്രൈ ദോശമാവും ഉണ്ട്. 12:30 12:30 ആയി.
ഒരു ഫുൾ ഡേ ഒന്നും എനിക്ക് കിട്ടില്ല. പക്ഷെ ഞാൻ എന്തായാലും കട അടച്ചിട്ടേ വരില്ല. 8 മണിക്കാണ് ഡിന്നർ ഉണ്ടാക്കി വെച്ചോളൂ കേട്ടോ. അപ്പോൾ ചേച്ചി പോയിട്ട് വരാം. ബൈ ബൈ. ടൈറ്റ്സ് ഇടണം, അല്ലെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ട്. നമുക്ക് നാട്ടിൽ നിന്ന് വന്നൊരു കൊറിയറാണേ. 2 പേരൻസും കൂടെ അയച്ച ഒരു കൊറിയറാണ്. അപ്പോൾ അത് ഞാൻ തുറന്നിട്ടില്ല. ഇന്നലെ അവർ ഡെലിവറി ചെയ്തേ. ഇന്ന് ഞാനിപ്പോൾ ഇത് ഓപ്പൺ ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ എൻ്റെ ഒരു ദിവസം ഇതിൽ പോവും. അപ്പോൾ തൽക്കാലം ഇന്ന് നമുക്ക് പുറത്തു പോവാം. നാളെ നമുക്കിത് ഓപ്പൺ ചെയ്യാം. കാര്യമായിട്ട് എന്തൊക്കെയോ കുറേ സർപ്രൈസുകൾ ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നോക്കി വെക്കാം. വിഷ്ണുവിൻ്റെ അമ്മയാണ് കുറേ സർപ്രൈസ് വെക്കാൻ സ്കില്ലുള്ള ഒരാൾ 2 പേരൻസിലും എനിക്ക് തോന്നുന്നത് കേട്ടോ. അപ്പോൾ എനിക്കൊരു ചെറിയ പ്രതീക്ഷ ഉണ്ട് നമ്മുടെ കയ്യിൽ. അപ്പോൾ തൽക്കാലം നമുക്ക് പോവാം. ഇതിപ്പോൾ എൻ്റെ ഒരു സെക്കൻഡ് വാർഡ്രോബാണ്. കാരണം അതിൽ പല ജാക്കറ്റ്സും കൊള്ളുന്നില്ല, സിബിടാൻ പറ്റുന്നില്ല. അപ്പോൾ അതുകൊണ്ട് 1-2 ജാക്കറ്റ് എക്സ്ട്രാ വെച്ചിരിക്കുകയാണ്. ഇത് നമ്മൾ എപ്പോഴും ഇങ്ങനെ പുറത്ത് പോകുമ്പോൾ എടുക്കുന്ന നമ്മുടെ ഒരു സഞ്ചി ബാഗില്ലേ, ആ ബാഗാണിത്. അപ്പോൾ അതിലാണ് ഞാൻ എൻ്റെ ഷോപ്പിംഗ് കാർഡ്സൊക്കെ വെക്കാറ് കേട്ടോ. ഇതാണ് എനിക്ക് വിസ്മയം തന്നിട്ടുള്ള കാർഡ്, ഫാഷൻ ചെക്കിൻ്റെ ഒരു കാർഡ്. പിന്നെ ഇതെനിക്ക് സഞ്ജേട്ടൻ ക്രിസ്മസിന് തന്നതാണ്. എന്നെ ക്രിസ്മസ് ഫ്രണ്ടായിട്ട് കിട്ടിയ സഞ്ജേട്ടനായിരുന്നു. അത് ഉപയോഗിച്ചിട്ടില്ല. ഇതെനിക്ക് തോന്നുന്നു ഓൺലൈൻ കാർഡാണ്. ഇത് നമുക്ക് ഉപയോഗിക്കാനുള്ള പോസിബിലിറ്റി കുറവാണെന്ന്. പക്ഷെ ഇതിൽ ഞാനിന്നൊരു പൊളി പൊളിക്കും. ഓക്കെ, ഇന്ന് തണുപ്പുണ്ട്. ഇത്ര 2 ഡിഗ്രി എന്താണ് ഞാൻ കണ്ടത്. കുറച്ച് നേരം പുറത്തേക്ക് ഇപ്പോൾ കുഴപ്പമില്ല. അപ്പോൾ ഞാൻ അങ്ങോട്ട് പോവാം. വിഷ്ണുവിൻ്റെ പുതിയ സ്വഭാവമാണ്. അപ്പോൾ ഞാൻ പോകുമ്പോൾ ഇവിടെ വന്നിട്ട് ഞാൻ പറയുകയൊക്കെ ചെയ്യും അല്ലേ. നമുക്ക് പോവേണ്ട സ്ഥലം ആംസ്റ്റർഡാം സ്റ്റൈൽ ഔട്ട്ലെറ്റ്. ഇവിടെ ആംസ്റ്റർഡാം സ്റ്റൈൽ ഔട്ട്ലെറ്റ്. അങ്ങോട്ട് നമുക്ക് 17 കിലോമീറ്റർ ആണുള്ളത്. അപ്പോൾ നമുക്ക് പോവാം. ഓക്കെ, ഞാൻ ലൈസൻസ് എടുത്തില്ലേ എന്നൊരു സംശയമുണ്ടല്ലോ. സാധാരണ ഞാൻ ലൈസൻസിൻ്റെ ഒരു ഡിജിറ്റൽ കോപ്പിയാണ് കയ്യിൽ വെക്കാറുള്ളൂ. പക്ഷെ കഴിഞ്ഞ പ്രാവശ്യം എന്നെ പോലീസ് നോക്കിയല്ലോ. ലൈസൻസ് ചോദിച്ചപ്പോൾ എൻ്റെ ലൈസൻസ് ഉണ്ടായിരുന്നില്ല. ഞാൻ ഒരു റോങ് പാർക്കിംഗ് സ്ഥലത്ത് പാർക്ക് ചെയ്തു. അപ്പോൾ അന്ന് അവർ എനിക്കൊരു ഫസ്റ്റ് ടൈം വാണിംഗ് തന്നു, കയ്യിൽ എപ്പോഴും സംഗതി വേണം, നമ്മൾ സോഫ്റ്റ് കോപ്പി ഒന്നും വെച്ചാൽ പോരാ, ഹാർഡ് കോപ്പി തന്നെ വെക്കണം എന്ന്. അപ്പോൾ ഞാൻ തപ്പട്ട കാറിൽ ലൈസൻസ് ഉണ്ടോന്ന്. കാരണം ഞാനിപ്പോൾ കാറിലാണ് വെക്കാറ്. നമ്മൾ നോക്കട്ടെ അല്ലേ. താങ്ക് യു. അപ്പോൾ ശരിക്കും ബൈ, വൈകുന്നേരം കാണാം. ഇത്ര അടുത്തുനിന്ന് എൻ്റെ മുഖം കണ്ട് പേടിയാവുന്നുണ്ടോ? ഞാൻ ഇങ്ങനെ ഗ്ലാസിൻ്റെ മുകളിലൊക്കെ ഒട്ടിക്കാൻ പറ്റുന്ന ഒരു സംഗതി ഫോണിൻ്റെ ബാക്കിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പം എൻ്റെ മെയിൻ എക്സ്പെരിമെൻറ്റ് കാണുന്ന ഗ്ലാസിൻ്റെ മുകളിലൊക്കെ ഒട്ടിക്കുന്നതാണ്. ഞാൻ കൂടുതൽ വിറപ്പിക്കുന്നില്ല, നമുക്ക് പോവാം. നമ്മളിവിടെ എത്തി, പാർക്ക് ചെയ്തു. ഇവിടെ മാത്രം രാത്രി 8 മണി വരെ ഉണ്ട് കേട്ടോ കടകൾ. ഇവിടെ മാത്രമൊന്നുമല്ല, കാരണം പൊതുവേ ഇവിടെ ഒരു 6 മണിയാകുമ്പോൾ വെള്ളിയാഴ്ച അല്ലെങ്കിൽ വ്യാഴാഴ്ച അല്ലാത്ത ദിവസങ്ങളിലൊക്കെ കട നേരത്തെ അടയ്ക്കും. 6 മണി വരെയൊക്കെ ഉണ്ടാവുള്ളൂ. പക്ഷെ ഈ ഒരു സ്ഥലത്ത് മാത്രം എല്ലാ ദിവസവും 8 മണി വരെ ഉണ്ട്. അപ്പോൾ നമുക്ക് പോവാം. നമ്മൾ -2 നിർത്തിയിട്ടുള്ളത്. എല്ലാ തവണയും എനിക്കുള്ളതാണ്. ഞാൻ എവിടെയെങ്കിലും ഒക്കെ കൊണ്ടുപോയിട്ട് കാറ് പാർക്ക് ചെയ്യും. എന്നിട്ട് എൻ്റെ നല്ലൊരു സമയം പോവുക കാർ എവിടെയെന്നുള്ളത് അന്വേഷിച്ച് അങ്ങോട്ട്. അപ്പോൾ -2 ലണ്ടൻ അവിടെയാണ് നമ്മൾ നിർത്തിയത്. അപ്പോൾ ഇതാണ് നമ്മുടെ ആംസ്റ്റർഡാം സ്റ്റൈൽ ഔട്ട്ലെറ്റ്. ഇവിടെ CK ഉണ്ടായിരുന്നില്ല കേട്ടോ, അതൊക്കെ പുതിയത് വന്നതാണ്. അഡിഡാസ് ഉണ്ട്, പിന്നെ ഏതൊക്കെയോ ബ്രാൻഡ്സ് ഉണ്ട്. ഞാനിവിടെ 2-3 തവണ അല്ല 4-5 തവണ വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം നമ്മൾ ഇവിടെയാണ് സ്പെൻഡ് ചെയ്യാൻ വേണ്ടി പോണത്. ഇതൊരു ചെറിയ സ്ഥലമാണ് കേട്ടോ. തുടങ്ങിയിട്ട് എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് ഒരു 3 കൊല്ലത്തിൻ്റെ അടുത്തായിട്ടുണ്ടായിരിക്കും. പക്ഷേ ഇപ്പോഴും ഇവിടെ കുറേ കടകൾ ഇനി ഓപ്പൺ ആവാനുണ്ട്. കണ്ടോ, ഇതൊക്കെ ഇവർ ഓപ്പൺ ആക്കാൻ പോകുന്നേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ വലിയ സംഭവമായി വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഇവിടുത്തെ യൂട്യൂബിലൊക്കെ ഒരുപാട് ആഡ്സ് കാണാറുണ്ട് ഇവരുടെ. അപ്പോൾ അങ്ങനെ എങ്ങോട്ടാ നടക്കുന്നതെന്ന് എനിക്കറിയില്ല. സ്ഥിരമായിട്ട് ഞാൻ കയറുന്ന ഒരു കോഫി ഷോപ്പ് ഉണ്ട് ഇവിടെ. ഇവിടുത്തെ ബനാന ബ്രെഡ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് കഴിച്ച് നമുക്ക് തുടങ്ങാം. ഞാൻ സമയം നോക്കിയില്ല ശരിക്ക്, ചുമ്മാ അവിടെ ഒരു ബനാന ബ്രെഡ് കഴിക്കാൻ വേണ്ടി കയറിയപ്പോൾ. കാരണം സമയം 1:45 അപ്പോൾ ഇനി എന്തായാലും ഇപ്പോൾ വയറ് നിറഞ്ഞു. ഒരു അരമണിക്കൂറിൽ നമുക്ക് ലഞ്ച് കഴിക്കാം. നമുക്കിവിടെ വിൻ്റർ സമയത്ത് വലിയൊരു സെയിലുണ്ടായിരുന്നേ. വിൻ്ററിലെ സ്റ്റോക്ക് എല്ലാം അവർ ക്ലിയർ ചെയ്യും ഒരു വിൻ്റർ അവസാനമാകുമ്പോൾ. ഫെബ്രുവരി ഫസ്റ്റ് വീക്ക് വരെയൊക്കെയാണ് അധികം കാണാറ്. പക്ഷെ എൻ്റെ മടി കാരണം ഞാൻ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങും ചെയ്തില്ല. ഞാൻ ആ സെയിലിൽ എന്താ ഉള്ളതെന്ന് ശ്രദ്ധിക്കും ചെയ്തില്ല. അത്യാവശ്യം നല്ല സെയിലായിരുന്നു എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇപ്പം എന്തായാലും സെയിലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ ഒരു ഷോപ്പ് എന്തോ ക്ലിയറൻസ് നടക്കുന്നുണ്ട്. അവിടെയാണ് എനിക്കൊരു പ്രതീക്ഷയുള്ളത്. പക്ഷെ ആദ്യം നമുക്ക് ഓൺലൈനിൽ പോവാം. ഓൺലൈൻ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ബ്രാൻഡാണ് കേട്ടോ. എനിക്ക് പറ്റുന്ന രീതിയിലുള്ള കുറച്ച് ഐറ്റംസൊക്കെ എനിക്ക് അവിടെ നിന്ന് കിട്ടാറുണ്ട്.
നമ്മൾ നാട്ടിലോട്ട് വരാനുള്ള ടിക്കറ്റ് ബുക്ക് ചെയ്തു കേട്ടോ. ഒരു 4 ആഴ്ചയിൽ നമ്മൾ നാട്ടിലോട്ട് വരുന്നുണ്ട്. എന്നിട്ട് നാട്ടിൽ നമ്മളൊരു 4 ആഴ്ച ഉണ്ടാവും. അത് കഴിഞ്ഞാണ് തിരിച്ചു വരിക. അപ്പോൾ നാട്ടിൽ ഉപയോഗിക്കാൻ പറ്റുന്ന കുറച്ച് ലൂസായിട്ടുള്ള ഡ്രസ്സ് നോക്കാം. എൻ്റെ കയ്യിൽ അധികം ഉള്ളത് കുറച്ച് ബോഡി ഹഗ്ഗിങ് ആയിട്ടുള്ള ഡ്രസ്സസ്സാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ അതിടാൻ ചെറിയൊരു ബുദ്ധിമുട്ടുള്ളത് കാരണം നമുക്ക് കുറച്ച് ലൂസായി കംഫർട്ടബിൾ ആയിട്ടുള്ള കുറച്ച് ഡ്രസ്സസ് നോക്കാം. കഴിഞ്ഞ ദിവസം ആമസോണിൽ നിന്ന് നല്ല 1-2 ലെഗിൻസും 1-2 ട്രാക്ക് പാൻസും കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല മെറ്റീരിയലാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒപ്പം പെയർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ടീഷർട്ടോ ഷർട്ടോ എന്തെങ്കിലുമൊക്കെ നോക്കാം. ഒറ്റ നോട്ടത്തിൽ കണ്ട് ഇഷ്ടപ്പെട്ട കുറച്ച് ഷർട്ടും ടീഷർട്ടും ഒക്കെ എടുത്തിട്ടുണ്ട്. എനിക്ക് പൊതുവേ കുറച്ച് പ്ലെയിൻ ആയിട്ടുള്ള ടീഷർട്ടാണ് ഇഷ്ടം. ഞാൻ അങ്ങനെ വലിയ പ്രിൻ്റ് ഉപയോഗിക്കുന്നത് പൊതുവേ കുറച്ച് കുറവാണ്. ഇപ്പോൾ ഞാൻ എടുത്തത് നോക്കിയാലും നിങ്ങൾക്കറിയാം, അധികം പ്ലെയിൻ ആയിട്ടുള്ള ടീഷർട്ട്സ് ആയിരിക്കും. എപ്പോൾ ചേഞ്ചിങ് റൂമിൽ പോകുമ്പോഴും എനിക്കൊരു കാര്യം ഓർമ്മ വരും കേട്ടോ. ചെറിയ കുട്ടിയായിരുന്ന സമയത്ത് നമ്മൾ കുറച്ച് വലിയ കടകളിലൊക്കെ പോയിട്ട് വർഷത്തിൽ 1-2 തവണയാണ് ഡ്രസ്സ് എടുക്കുക. കല്യാണമോ അല്ലെങ്കിൽ ജയലക്ഷ്മി അങ്ങനത്തെ കടയൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അവിടെ പോയിട്ട് ഡ്രസ്സ് എടുക്കുമ്പോൾ എനിക്ക് 4 സൈഡിൽ മിറേഴ്സും ആ മ്യൂസിക്കും ലൈറ്റും എല്ലാം കൂടെ വരുമ്പോൾ ഞാൻ കണ്ണാടിയിൽ നോക്കുമ്പോൾ ഞാൻ തന്നെ ആരോ ആയ പോലത്തെ ഒരു ചിന്തയൊക്കെ എനിക്കന്ന് വരുമായിരുന്നു മൈൻഡിൽ. പക്ഷെ അത് ഭയങ്കര ക്യൂട്ടായിട്ടുള്ളൊരു കാര്യമായിട്ട് എപ്പോഴും ഞാൻ ഇങ്ങനെ ഇവിടെ വന്ന് ഡ്രസ്സ് ചേഞ്ച് ചെയ്യുന്ന സമയത്ത് എനിക്ക് ആ ഒരു മെമ്മറിയിലോട്ട് ഞാൻ പെട്ടെന്ന് പോകാറുണ്ട്. തൽക്കാലം നമുക്ക് ഈ ഒരു ഷർട്ടിലോട്ട് തിരിച്ചു വരാം. ഇതൊരു പ്ലെയിൻ ആയിട്ടുള്ള കുറച്ച് ലൂസായിട്ടുള്ള ഒരു ഷർട്ടാട്ടോ. ഈ ഒരു കോമ്പിനേഷൻ എൻ്റെ ഒരു കംഫർട്ട് സോൺ ആണ്. കുറച്ചൊരു ലൂസായിട്ടുള്ള ഷർട്ട് അല്ലെങ്കിൽ ടീഷർട്ട്, പിന്നെ അതിൻ്റെ ഒപ്പം ഒരു ലെഗിൻസും. അതുകൊണ്ട് രണ്ടാമത് നമ്മൾ ചിന്തിക്കുന്നില്ല. ഈ ഒരു ഷർട്ട് നമുക്ക് എടുക്കാം. പിന്നെ അത്യാവശ്യം ലൂസായത് കാരണം കുറച്ച് കഴിഞ്ഞാലും നമുക്ക് അത്യാവശ്യം കംഫർട്ടബിളായിട്ട് ഉപയോഗിക്കാൻ പറ്റും തോന്നുന്നു. ഈ ഒരു ടീഷർട്ട് കണ്ട ഉടനെ എടുത്തതായിരുന്നു കേട്ടോ. എനിക്ക് ആ ഒരു കളറും പാറ്റേണും ഭയങ്കര ഇഷ്ടപ്പെട്ടു. പക്ഷെ എനിക്ക് ഇട്ട് നോക്കിയപ്പോൾ തോന്നുന്നു നമുക്ക് ഒരു സൈസും കൂടെ ബിഗ്ഗർ ആയിരിക്കും കുറച്ചും കൂടെ കംഫർട്ടബിൾ, അല്ലെങ്കിൽ ആ ഒരു ലുക്ക് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുക എന്നുള്ളത്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് സൈസ് എടുക്കാം. എനിക്ക് ചെറുതായിട്ട് തൊണ്ടടഞ്ഞിരിക്കുക കേട്ടോ, അതാ ശബ്ദത്തിന് ഒരു ചെറിയ ബുദ്ധിമുട്ട് തോന്നുന്നത്. അപ്പോൾ ഈ ടോപ്പ് ഞാൻ കണ്ടപ്പോൾ ഒരു കൗതുകത്തിൻ്റെ മുകളിൽ എടുത്തതാണ്. എന്തായാലും നമ്മൾ ഇവിടെ നിന്ന് വാങ്ങിക്കില്ല. കാരണം ഇങ്ങനത്തെ ഒരു കുർത്തി ടൈപ്പ് ടോപ്പൊക്കെ കൂടുതൽ ബെറ്റർ, നല്ല പാറ്റേൺസ് നാട്ടിലാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഈ ഒരു ടോപ്പ് ഇടുന്നതിൻ്റെ മുന്നേ ഞാൻ തീരുമാനിച്ചായിരുന്നു ഇത് എടുക്കുന്നത്. കാരണം ആ ഒരു നെക്കിൻ്റെ ഒരു പാറ്റേണും പിന്നെ അതേപോലെ സ്ലീവ്സും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഈ ഒരു കളറ് എനിക്ക് എപ്പോഴും അത്യാവശ്യം എനിക്ക് നന്നായി സ്യൂട്ട് ചെയ്യുന്ന തോന്നുന്ന ഒരു കളറാണ്. അതുകൊണ്ട് ഇങ്ങനത്തെ ഒരു ടോപ്പ് കണ്ടു കഴിഞ്ഞാൽ ഞാൻ ഒരിക്കലും മിസ് ചെയ്യാറില്ല. പിന്നെ ആ സ്ലീവ്സ് കണ്ടോ, എൻഡിൽ കുറച്ച് ടൈറ്റായിട്ട് മുകളിലും നെക്കും ഒക്കെ കുറച്ച് ലൂസായി കിടക്കുന്ന ഒരു പാറ്റേൺ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് കണ്ണു അടച്ച് ഇത് നമുക്ക് എടുക്കാം. ഈ ഒരു ടോപ്പും പിന്നെ ഇതേപോലെ ഒരു കളർ ചേഞ്ചും കൂടെ ഞാൻ എടുത്തു കേട്ടോ. അത് ഞാൻ ട്രൈ ചെയ്യുമ്പോൾ കാണിക്കാൻ വേണ്ടി മറന്നു. തൽക്കാലം ഓൺലൈനിലെ ഷോ നമുക്ക് നിർത്താൻ വേണ്ടിയിട്ട് അടുത്ത കടയ്ക്ക് പോവാം കേട്ടോ. ഇതാണ് ഞാൻ ഈ ഒരു ഡ്രസ്സിന് ബെൽറ്റ് ഇടാൻ കാരണം. ബെൽറ്റ് ഇട്ടില്ലെങ്കിൽ അത് ഭയങ്കര ബോറാണ്. ഞാൻ ഇത്ര ലൂസ് ഡ്രസ്സ് ആയിരിക്കും ഇതെന്ന് ഞാൻ വാങ്ങിച്ചപ്പോൾ വിചാരിച്ചില്ല. അങ്ങനെ നമ്മളൊരു 5 ടോപ്പ് ഇവിടെ നിന്ന് എടുത്തിട്ടുണ്ട്. ഏതൊക്കെയാണെന്ന് ഞാൻ കാണിക്കാം കേട്ടോ. വിസ്മയ തന്ന ഗിഫ്റ്റ് കാർഡിൽ ഓൺലി ബ്രാൻഡ് വരുന്നുണ്ട്. അപ്പോൾ നമ്മളിവിടെ നമ്മുടെ ഗിഫ്റ്റ് കാർഡ് വെച്ചിട്ടാണ് പേ ചെയ്യുന്നത്. എൻ്റെ കയ്യിൽ ആ ഒരു മാർക്ക് കണ്ടോ, ബാത്റൂമിൻ്റെ ഗ്ലാസ് പൊട്ടി വീടാൻ മാർക്കാണ്. അത് ഇതുവരെ പോയിട്ടില്ല. എൻ്റെ ബോഡിയിൽ ഒരു മാർക്ക് വന്നാൽ പോകാൻ കുറേ സമയമെടുക്കും. പിന്നെ അന്ന് നമ്മൾ എന്തൊക്കെയോ ക്രീമൊക്കെ തേക്കാന്നൊക്കെ പറഞ്ഞു. ഞാൻ വിചാരിച്ചു വേണ്ട, ഒരു ഓർമ്മയ്ക്ക് പുള്ളി കിടക്കട്ടെ. മഴ പെയ്യാൻ തുടങ്ങി കേട്ടോ. ഇവിടുത്തെ വെതർ ഒട്ടും നമുക്ക് പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റാത്തതാണ്. ഇവിടെ ഡച്ചിലൊരു നമ്മുടെ പഴഞ്ചൊല്ല് പോലെ ഉണ്ട് എന്നുള്ളത് എൻ്റെ പഴയ കമ്പനിയിലെ മാനേജർ പറയായിരുന്നു കേട്ടോ. അതായത് 3W വിശ്വസിക്കരുത്. ഒന്ന് വെതർ, ഒന്ന് വർക്ക്, അവസാനത്തെ W എന്താ നിങ്ങൾ ഊഹിക്കും. അപ്പോൾ അത് ഇവിടുത്തെ ചുമ്മാ ഇങ്ങനെ പറയുന്ന ഒരു പഴഞ്ചൊല്ലാണ്. ബില്ലടിച്ച് കിട്ടി. 2 സാധനങ്ങളുടെ വില ഞാൻ നോക്കിയില്ല കേട്ടോ. ഇതെനിക്ക് ഇടയ്ക്ക് പറ്റുന്നതാണ്. അപ്പോൾ ചിലപ്പോൾ ഞാനിവിടെ നടന്നിട്ട് എനിക്കത് കുറച്ച് ഓവർ പ്രൈസ്ഡ് ആണെന്ന് തോന്നുകയാണെങ്കിൽ ഞാൻ പോയിട്ട് ഇപ്പം തന്നെ റിട്ടേൺ ചെയ്യും. ഇത് ഏതാണെന്ന് കണ്ടുപിടിക്കണോണ്ട് ബില്ല് നമുക്ക് സുരക്ഷിതമായിട്ട് എടുത്തു. നമുക്കിനി വെറും മൊഡയിൽ കയറാം. പുറത്തുനിന്നൊക്കെ നോക്കുമ്പോണ്ടല്ലോ എല്ലാ സ്ഥലത്തുമുള്ള സ്വെറ്റേഴ്സും ഷർട്ട്സും എല്ലാം ഏകദേശം ഒരു പാറ്റേൺ വരുന്ന പോലെ. ഈ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് സ്ട്രൈപ്സ് കണ്ടോ, ഇതിപ്പോൾ ഭയങ്കര ഇൻ ട്രെൻഡുള്ളൊരു സംഗതിയെ തോന്നുന്നു. എല്ലാ ഷോപ്പിലും കാണാനുണ്ട്. ആദായ വിൽപ്പന നടക്കുന്നുണ്ട്. ഏതെടുത്താലും 10 €. പക്ഷെ എല്ലാം ഭയങ്കര ക്രോപ്പാണ്. അപ്പോൾ അത്ര സ്യൂട്ടാവും തോന്നുന്നില്ല ഇപ്പോഴത്തെ നമ്മുടെ ബോഡി നേച്ചറിന്. ഞാൻ തീരെ ചിന്തിക്കാത്തൊരു 2 കളർ കോമ്പിനേഷൻ പെട്ടെന്ന് കണ്ടപ്പോൾ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടെ. പിങ്കും ഗ്രേയും. ഞാൻ ഒട്ടും എൻ്റെ മനസ്സിൽ ഉണ്ടാവാത്തൊരു കോമ്പിനേഷനായിരുന്നു ഇത്. പക്ഷെ രസമുണ്ട്. ഫുള്ള് കാണിച്ചറേ കണ്ടോ, ഒരു ട്രൗസേഴ്സും ഒരു കാഷ്വൽ ടീഷർട്ടും. അവിടുന്ന് ഒന്നും അങ്ങോട്ട് മനസ്സിന് ബോധിച്ചില്ല കാര്യമായിട്ട്. എല്ലാം ഒരേപോലത്തെ പാറ്റേണാണ് ഇപ്പോൾ വരുന്നത് കേട്ടോ. ഇപ്പോൾ നമ്മുടെ വിൻ്റർ കഴിഞ്ഞു എന്നുണ്ടെങ്കിലും കളേഴ്സൊന്നും അങ്ങനെ വന്നു തുടങ്ങിയിട്ടില്ല. നാട്ടിൽ നമ്മൾ പൊതുവേ എല്ലാവരും നല്ല കളേഴ്സൊക്കെ ഇടുമല്ലോ. അപ്പോൾ എനിക്ക് കുറച്ച് കളർഫുള്ളായിട്ടുള്ള കുറച്ച് ഡ്രസ്സസ് എടുക്കണം എന്നാണ്. പക്ഷെ അങ്ങനെ എല്ലാ കളേഴ്സും വന്നു തുടങ്ങിയിട്ടില്ല. ഒരേപോലത്തെ പാറ്റേണും ഒരേപോലത്തെ കളേഴ്സും ഒക്കെ തന്നെയാണ് ഇപ്പോഴും അധികം. അതാണ് പ്രശ്നം. നടന്നാൽ കുറച്ച് നമ്മൾ റെസ്റ്റ് എടുക്കണം. അപ്പോൾ റെസ്റ്റ് എടുക്കാൻ വേണ്ടി പോയി ലഞ്ച് കഴിച്ചതിന് ശേഷം നമുക്കിനി അടുത്ത ഷോപ്പ് കയറാം. നെയിം ഇറ്റ്.
ഇതൊന്നും ഞാൻ മുന്നേ തീരെ ശ്രദ്ധിക്കാത്ത കടകളായിരുന്നേ, കാരണം നമ്മുടെ മേഖലയായിരുന്നില്ലല്ലോ ഇതൊന്നും. പക്ഷെ ഇപ്പൊ പിള്ളേരെ കാണുമ്പോഴും ഇങ്ങനത്തെ ഡ്രസ്സ് കാണുമ്പോഴൊക്കെ ഒരു ശ്രദ്ധ അങ്ങോട്ട് പോകും. അങ്ങനെ മാരകമായിട്ടുള്ള ഒരു വിശപ്പൊന്നും വന്നു തുടങ്ങിയിട്ടില്ല. പക്ഷെ എന്നാലും എന്തെങ്കിലും ഒന്ന് കഴിക്കാം കേട്ടോ, ഭയങ്കര സമയം തെറ്റിക്കണ്ട. ഞാൻ ബാംഗ്ലൂർ വർക്ക് ചെയ്ത് എനിക്ക് ജോലിയൊന്നും ഇഷ്ടപ്പെടാതെ നാട്ടിൽ വന്ന സമയം ഉണ്ടായിരുന്നല്ലോ. ആ ഒരു സമയം വീട്ടിൽ നിൽക്കുമ്പോൾ അത്യാവശ്യം പല രീതികളിലുള്ള പ്രഷറുകളുണ്ടായിരുന്നു വീട്ടിൽ നിന്ന്. അതിൻ്റെ ഇടയിലാണ് ആദ്യമായിട്ട് എനിക്ക് കുറച്ച് മീ ടൈം വേണം, കുറച്ച് ഇതിന്നൊക്കെ മാറി നിൽക്കണം എന്നുള്ളൊരു കോൺസെപ്റ്റിൽ വന്ന് ഇടയ്ക്ക് ഞാൻ ഒരു ദിവസം ഇങ്ങനെ ഞാൻ ഒറ്റയ്ക്കായിട്ട് പുറത്തു പോകുമായിരുന്നു. അന്ന് എൻ്റെ മെയിൻ ഏരിയ എന്ന് പറയുന്നത് തൃശ്ശൂരായിരുന്നു കേട്ടോ. KSRTC ബസ്സൊക്കെ എടുത്ത് വളാഞ്ചേരിയിൽ നിന്ന് ഞാൻ തൃശ്ശൂർ വരെ പോയി കുറച്ച് കറങ്ങി വൈകുന്നേരം ഒരു 6:30-7 മണിയൊക്കെ ആകുമ്പോൾ വീട്ടിലെത്തുന്ന രീതിയിലാണ് ഞാൻ വരിക. പക്ഷെ അന്ന് പുറത്ത് പോകുന്നുണ്ടെങ്കിലും എനിക്കൊരു റെസ്റ്റോറൻറ്റിൽ കയറിയിട്ട് ഞാനൊരു ലഞ്ച് കഴിക്കുക ഒറ്റയ്ക്ക് എന്നുള്ളതൊക്കെ പേടിയെന്ന് പറയാൻ പറ്റുമോ അറിയില്ല, ഒരു പ്രത്യേക തരം ചമ്മലായിരുന്നു. അതുകൊണ്ട് പുറത്ത് പോകുന്നുണ്ടെങ്കിലും ഒറ്റയ്ക്കൊരു ഹോട്ടലിലോ അല്ലെങ്കിൽ റെസ്റ്റോറൻറ്റിലൊക്കെ പോയിട്ട് ഭക്ഷണം കഴിക്കുന്നത് ഭയങ്കര കുറവായിരുന്നേ. പിന്നെ ഏതോ ഒരു ദിവസം ഞാൻ വിചാരിച്ചു ഇത് ഞാൻ എന്നെ ഒന്ന് ട്രെയിൻ ചെയ്യിക്കേണ്ട മേഖലയാണ്, പുറത്ത് പോയി കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കാൻ നമുക്ക് എന്തായാലും ഒരു ദിവസം സ്പെൻഡ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഞാൻ തൃശ്ശൂർ വെച്ചിട്ടാണ് ഈ ഒരു സ്വഭാവം ഞാൻ ആദ്യമായിട്ട് പഠിച്ചെടുക്കുന്നത്, ഒറ്റയ്ക്ക് പുറത്ത് പോയി ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട്. ഞാനൊരു ചിക്കൻ സാൻഡ്വിച്ചും ഒരു മിൻറ്റി ആയിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല ഹെവി ആയിരുന്നു. ഇവിടെ നിന്ന് ഫുഡ് കഴിക്കുമ്പോൾ ഇപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ പ്രത്യേകം ഞാൻ ചോദിക്കാറുണ്ട് എല്ലാ മീറ്റ് ആണെങ്കിലും ഫിഷ് ആണെങ്കിലും ഒക്കെ ഫുള്ളി കുക്ക്ഡ് അല്ലേ എന്ന്. അപ്പോൾ ഒരു ചിക്കൻ സാൻഡ്വിച്ചും കഴിച്ച് ഇപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ വിസിറ്റ് ചെയ്യുന്നൊരു സ്ഥലമാണ് ടോയ്ലറ്റ്. എനിക്ക് എല്ലാ 5 മിനിറ്റിലും മുള്ളാൻ മുട്ടും. പിന്നെ ഇത് കുറച്ചും കൂടെ കഴിയുമ്പോഴൊക്കെ അത് കൂടും എന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ഈ ഒരു ഏരിയ ഇപ്പം എൻ്റെ ഒരു മെയിൻ മേഖലയാണ്. ഇനി നമുക്ക് വീണ്ടും കുറച്ചും കൂടെ നമ്മളൊരു ചെറിയൊരു സെക്കൻഡ് റൗണ്ട് ഓഫ് ഷോപ്പിങ്ങിലോട്ട് പോവാം. പുറത്തിറങ്ങി കഴിഞ്ഞാൽ സമയം പോണത് അറിയില്ല കേട്ടോ. ഇപ്പം സമയം 2:45. നമുക്കിനി ഇവിടെ നൈക്കി ഉണ്ട്, അഡിഡാസും ഉണ്ട്. ഇവിടെ 2 സ്ഥലത്തൊന്ന് കയറി വെക്കാം. എനിക്ക് കുറച്ച് വർക്കൗട്ട് ഔട്ട്ഫിറ്റ്സ് വാങ്ങിക്കണമായിരുന്നു. എൻ്റെ സ്വഭാവത്തിൽ കുറച്ച് പ്രശ്നം തോന്നുന്നൊരു കാര്യം എന്താണെന്നറിയോ, എനിക്ക് കയറിയ ബ്രാൻഡ്സിൻ്റെ ഷോപ്പിൽ കയറാനും അല്ലെങ്കിൽ കയറിയ കടകളിൽ കയറാനും പോയ റെസ്റ്റോറൻറ്റ്സിൽ പോകാനൊക്കെയാണ് കൂടുതൽ ഇഷ്ടം. പുതിയൊരു സാധനം ട്രൈ ചെയ്യുക ഇങ്ങനെ ഷോപ്സിലും റെസ്റ്റോറൻറ്റ്സിലും ഒക്കെ എന്നുള്ളത് എനിക്ക് കുറച്ച് ടഫാണ്. അതുകൊണ്ട് കുറേ കാര്യങ്ങൾ ഞാൻ മിസ് ചെയ്യാറുണ്ട് ലൈഫിൽ. ഇതൊക്കെയാണ് ഇവിടെ വന്നാലുള്ള എൻ്റെ സ്ഥിരം കടകൾ. ഇവിടെ തന്നെയാണ് ഞാൻ അധികം കയറിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഈ 2 കടയും നമ്മളിപ്പോൾ കവർ ചെയ്തിരിക്കുന്നു. ഇനി അപ്പുറത്ത് ഇവിടുന്ന് ബർഗർ കഴിക്കായിരുന്നു കേട്ടോ. ഇവിടെ ഒരു സ്വീറ്റ് പൊട്ടറ്റോ ഫ്രൈസ് കിട്ടും, അത് ഭയങ്കര ടേസ്റ്റാണ്. ഞാൻ മറന്നുപോയി. അപ്പോൾ നമുക്ക് അപ്പുറത്തൊരു ഒലീവർ ഉണ്ട്, അതും തിരക്കേടില്ല, ഇടയ്ക്ക് എനിക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടാറുണ്ട്. അപ്പോൾ അവിടെ നമുക്കൊന്ന് കയറാം. ഈ ബാഗ് എനിക്കിഷ്ടപ്പെട്ടു. ഇങ്ങനെ കണ്ടതിനേക്കാളും എനിക്കിഷ്ടപ്പെട്ടത് അവിടെ കണ്ടോ മോഡലിട്ട് നിൽക്കുന്നു, അത് കണ്ടപ്പോൾ എനിക്ക് കൂടുതൽ താല്പര്യം തോന്നിയത്. ഈ കളറിനേക്കാളും എല്ലാ ഡ്രസ്സിനും സ്യൂട്ടാവാതായിരിക്കും. എനിക്ക് തോന്നണു ഇവിടുത്തെ ഇന്നത്തെ എൻ്റെ കോട്ട തീർന്നു. 2-3 കടകളിലൊക്കെ പിന്നെയും കയറി ഇറങ്ങിയെങ്കിലും ഒരു ഇൻവോൾവ്മെൻറ്റ് കിട്ടുന്നില്ല. അപ്പോൾ നമുക്ക് സ്ഥലം മാറാം. നമുക്കിപ്പോൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളൊരു 3:30 ആകുമ്പോൾ ഓഫ് ഡോഗ് സെൻറ്റർ എത്തുമായിരിക്കും. അപ്പോഴും സ്റ്റിൽ നമുക്ക് ഏകദേശം 1.5 മണിക്കൂർ അവിടെ കിട്ടും. അപ്പോൾ അവിടെ നിന്നാവാം നമുക്കിനി അടുത്ത റൗണ്ട് ഓഫ് ഷോപ്പിംഗ്. ഇവിടെ നിന്ന് ഒരു 20-25 മിനിറ്റ്സ് ആയിരിക്കും. അപ്പോൾ നമുക്ക് തൽക്കാലം അങ്ങോട്ട് പോകാം. നമ്മൾ പാർക്ക് ചെയ്ത് ലണ്ടൻ. അപ്പോൾ ലണ്ടനിലെത്തി. വന്നില്ലല്ലോ എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. എൻ്റെ പാർക്കിംഗ് ടിക്കറ്റ് കാണാനില്ല. ഇതെല്ലാ പ്രാവശ്യം പുറത്തു പോകുമ്പോൾ ഉണ്ടാവാറുള്ളൊരു സീനാട്ടോ. ഇതിന് വേണ്ടി ഒരു സമയം മാറ്റി വെക്കാറുണ്ട്. അങ്ങനെ ബാഗ് മുഴുവൻ തപ്പി അവസാനം ഒരു കുളത്തുനിന്ന് നമുക്ക് പാർക്കിംഗ് ടിക്കറ്റ് കിട്ടിയിരിക്കുകയാണ്. ചില കാര്യങ്ങൾ നമ്മൾ ധൃതിയിൽ, ഇപ്പം ഞാൻ എപ്പോഴും വിചാരിക്കും പാർക്കിംഗ് ടിക്കറ്റ് എവിടെ വെക്കുന്നത് എന്നുള്ളത് ഓർക്കണം എന്ന്. പക്ഷെ നമ്മൾ ധൃതിയിൽ അതൊക്കെ എടുത്ത് ഇങ്ങോട്ട് പോകുമ്പോൾ ഞാൻ മറന്നുപോയിട്ടുണ്ടായിരിക്കും എവിടെ വെച്ച്. പാർക്കിംഗ് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചത് ഒട്ടും തിരക്കുണ്ടാവില്ല എന്നാട്ടോ. പക്ഷെ അങ്ങനെയല്ല, കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു, അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ടായിരുന്നു ചില കടയിൽ. അപ്പോൾ നമുക്ക് പോവാം. എനിക്ക് ഷോപ്പിങ്ങിന് വരുമ്പോൾ എൻ്റെ ഒപ്പം എനിക്ക് കൊണ്ടുവരാൻ ഒട്ടും ഇഷ്ടമില്ലാത്ത ആളാണ് വിഷ്ണു. വിഷ്ണുവിനൊരു സമാധാനം എന്ന് പറഞ്ഞ സാധനമില്ല. ഇനിയിപ്പോൾ എപ്പോഴെങ്കിലും വരികയാണെന്നുണ്ടെങ്കിൽ തന്നെ പുള്ളിക്ക് ഒരു സാധനം വാങ്ങിക്കാനുണ്ടായിരിക്കും, ആ കറക്റ്റ് ഒരു സാധനം വാങ്ങി പുള്ളി തിരിച്ചു വരും. അതുകൊണ്ട് ഞങ്ങൾ 2 പേരും ഒരുമിച്ച് ഷോപ്പിങ്ങിന് പോകുന്നത് വളരെ കുറവാണ്. നേരത്തെ വാങ്ങിയാൽ ഏത് ഡ്രസ്സാണ് വില കൂടിയെന്ന് ചെക്ക് ചെയ്യാം കേട്ടോ. എൻ്റെ പ്ലാനിനേക്കാളും കുറച്ച് റേറ്റ് കൂടിയെന്ന് പറഞ്ഞായിരുന്നല്ലേ. 20. എൻ്റെ മണി മാനേജ്മെൻറ്റ് സ്കില്ല് ഭയങ്കര മോശമാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ ഒരു പ്രത്യേകം വേറൊരു സെപ്പറേറ്റ് അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് എൻ്റെ ഇങ്ങനത്തെ അല്ലറ ചില്ലറ എക്സ്പെൻസിന് വേണ്ടിയിട്ട്. അതിലോട്ട് വേണ്ടിയിട്ട് ഞാൻ ഒരു എമൗണ്ട് മാറ്റിയിടും. അത് മാത്രമാണ് ഞാൻ ഒരു മാസം സ്പെൻഡ് ചെയ്യാറുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ എത്ര പൈസ എൻ്റെ അക്കൗണ്ടിലുണ്ട്, എത്ര ചിലവായി, ഇതിൻ്റെ ഒരു ട്രാക്കും എൻ്റെ ഉണ്ടായിരിക്കില്ല. അതിപ്പോൾ തുടങ്ങിയ സ്വഭാവമൊന്നും അല്ല കേട്ടോ. ചെറിയ കുട്ടിയാകുമ്പോൾ ഈ വിഷ് കൈ നീട്ടം നമുക്ക് വർഷത്തിലൊരിക്കലും കിട്ടുന്ന ഇൻകം ആണല്ലോ.
അപ്പോൾ അതുപോലും എങ്ങനെയാണ് ചിലവാക്കേണ്ടത് എന്നുള്ള ഒരു ധാരണക്കുറവൊക്കെ എനിക്ക് ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതിന്ന് വന്നൊരു മാറ്റമാണ്. ഇപ്പോൾ കാറിൽ കയറി കഴിഞ്ഞാൽ എല്ലാം ഒന്ന് കാൽക്കുലേറ്റ് ചെയ്തിട്ടൊരു ട്രാക്ക് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കാറുണ്ട്. അറ്റ്ലീസ്റ്റ് നല്ല കൃത്യമായ കണക്കാണ്. ഞാൻ കാൽക്കുലേറ്റർ കിട്ടുമെന്ന് കൂട്ടി നോക്കിയായിരുന്നു. എൻ്റെ കണക്ക് കുറച്ച് മോശമാണ്. അപ്പോൾ നമുക്ക് പ്യുവർ എങ്ങോട്ടാണ്? നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ, എല്ലാ ദിവസവും ഇവിടെ ഓൾമോസ്റ്റ് ഒരു 5:30-6 മണിയാകുമ്പോൾ കടകളൊക്കെ അടയ്ക്കും. പക്ഷെ നമ്മുടെ ഈ ഏരിയ ഉണ്ടല്ലോ, ഹോഫ്ഡോർപ്പ്, അവിടെ വെള്ളിയാഴ്ച 9 മണി വരെ ഉണ്ട്. പിന്നെ വേറെ കുറച്ച് ഏരിയ ഉണ്ട്, ആംസ്റ്റൽഫെയിൻ എന്നൊക്കെ പറഞ്ഞിട്ട്, അവിടെ ഒരു വ്യാഴാഴ്ചകളിലാണ് രാത്രി 9 മണി വരെ ഉള്ളത്. അപ്പം അങ്ങനെ ജീൻസിന് ഇവിടെ 20% ഓഫ് ഉണ്ട്. പക്ഷേ ഇപ്പം അങ്ങനെ എല്ലാ ജീൻസും നമുക്ക് ഇടാൻ പറ്റില്ല. അല്ലെങ്കിൽ നമുക്ക് സ്പെഷ്യലായിട്ടുള്ള സപ്പോർട്ട് വേണം ബെല്ലിക്ക്. അതെനിക്ക് എന്തോ അത്ര ഒരു രസം തോന്നിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം അതുകൊണ്ട് ആ ഓഫർ നമുക്ക് വേണ്ട. നമുക്ക് H&Mൽ പോവാം. ഇവിടുന്ന് എനിക്കൊരു സ്റ്റോക്കിങ്സ് എടുക്കാം. ഇവിടെ സാറുടെ അകത്ത് പാട്ടില്ല, അതുകൊണ്ട് എനിക്ക് സംസാരിക്കാം. നേരത്തെയൊക്കെ നമുക്ക് വോയിസ് ഓവർ വേണ്ടി വന്നത് ഫുൾ ലൗഡായിട്ട് പാട്ട് വെച്ചിട്ടുണ്ടായിരുന്നേ. ഞാൻ പറഞ്ഞില്ല, ഇങ്ങനത്തെ നെക്ക് ഒരുപാട് സ്ഥലത്ത് ഇപ്പം ഞാൻ കാണുന്നുണ്ട്. ദേ ഇവിടെ എനിക്ക് തോന്നുന്നു നേരത്തെ പറഞ്ഞതുപോലെ അങ്ങനത്തെ നെക്കാണ്. ദേ ഇവിടെയും എല്ലാ സ്ഥലത്തും ഞാനിപ്പോൾ അങ്ങനത്തെ സംഗതി തന്നെയാണ് അധികം കാണുന്നത്. കുറേ പാറ്റേൺസിൽ വരുന്നുണ്ട്, അധികം വലിയ വലിയ ലൈൻസ് ഇല്ലേ. നമ്മളിപ്പോൾ കുറച്ച് ടോപ്പ് വാങ്ങിയല്ലോ, അതുകൊണ്ട് എനിക്ക് 1-2 ഡ്രസ്സസ് ആയിരുന്നു വേണ്ടത്. പക്ഷെ ഒരു സ്ഥലത്ത് മാത്രം അധികം ഡ്രസ്സിൻ്റെ ഓപ്ഷൻ കാണുന്നില്ല. എല്ലാം കൂടുതൽ ഇങ്ങനെ ടോപ്പ് തന്നെയാണ് കാണുന്നത്. ഇങ്ങനെ നമ്മൾ ഷോപ്പിങ്ങിന് പോകുമ്പോൾ ഇങ്ങനെ ഒരു പെയർ ചെയ്ത് വെച്ചിട്ടുള്ള ഡ്രസ്സിൻ്റെ ഒക്കെ ഫോട്ടോ ഞാൻ എടുത്ത് വെക്കിട്ടോ എനിക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നീട് എപ്പോഴെങ്കിലും ഒക്കെ ഒന്ന് റീക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ടോ ഒക്കെ. അപ്പോൾ നേരത്തെ കണ്ട ആ ഒരു സംഗതി എനിക്ക് ഇഷ്ടപ്പെട്ടു. എനിക്ക് H&Mൻ്റെ ഈ ഒരു അണ്ടർ ഗാർമെൻസിൻ്റെ സെഷനും അതേപോലെ തന്നെ സ്പോർട്സ് വെയർസും ഒക്കെ എനിക്ക് കുറച്ച് ഇഷ്ടമാണ് കേട്ടോ. അവരുടെ ക്വാളിറ്റി ചില ആൾക്കാർക്ക് അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെടാറില്ല, പക്ഷേ എൻ്റെ ഒരു മേഖലയിൽ വരുന്ന രീതിയിൽ എനിക്ക് തോന്നാറുണ്ട്. അതുകൊണ്ട് അവിടുന്ന് ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളിപ്പോൾ കോട്ടൺ ക്ലബ്ബിൽ വന്നിരിക്കുകയാണ്. ഇവിടെ തിരക്കേടില്ല, രസമുള്ളൊരു കടയൊക്കെയാണ്. പക്ഷേ മെറ്റീരിയൽ ഭയങ്കര ഗുഡാണ് കേട്ടോ. പക്ഷേ ആ ഒരു റേറ്റിന് ഇടയ്ക്ക് എനിക്ക് കുറച്ച് ഓവർ പ്രൈസ്ഡ് ആയിട്ട് തോന്നാറുണ്ട്. എന്നാലും ഞാൻ ഇടയ്ക്ക് വന്ന് ഇവിടുന്ന് കുറച്ച് ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഒന്ന് ട്രൈ ചെയ്യാറുണ്ട്. ഞാൻ നേരിട്ട് കാണുന്ന കളറും ഈ കണ്ണാടിയിൽ കാണുന്ന കളറും രണ്ടാണ്. ഞാൻ കൈ ഇങ്ങനെ വെച്ചിരിക്കുന്നതെന്ന് അറിയോ? ഇത് ഇവിടെ കീറിയിരിക്കുന്നു. ഇങ്ങനെ ഒരു സാധനം എന്തിനാണ് നോക്കണത്? ഇത് ഡിസ്കൗണ്ടിലല്ല, വെറുതെ കൊടുക്കണം. ഇതെന്താ ഇങ്ങനെ? ഈ കണ്ണാടിയിൽ കാണുന്ന കളർ ഒരു ബ്ലൂലോട്ട് വരുന്നൊരു ഷെയ്ഡ്, നേരിട്ട് റിയൽ പച്ച. ഇവിടെ മാറി നോക്കട്ടെ, അറിയോ? ഇത് വേറൊരു ടോപ്പ്. ഇത് സംഗതി കൊള്ളാം, നല്ല സുഖമുണ്ട് ഇടാൻ. കോട്ടണാണ്. അപ്പം നാട്ടിൽ വരുന്ന സമയത്ത് ചൂടായിരിക്കും എന്തായാലും ഏപ്രിൽ, ഇടാൻ സുഖമുണ്ട്. പക്ഷേ ഇത് 60 യൂറോയ്ക്ക് മാത്രം നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എനിക്ക് തോന്നണില്ല, അതുകൊണ്ട് ക്യാൻസൽ. ഇങ്ങനത്തെ സെയിം മിന്ത്രയിൽ കിട്ടുമായിരിക്കും. എനിക്ക് തോന്നുന്നു ഇനി മെറ്റീരിയലിൻ്റെ ആണോ ബ്രാൻഡിൻ്റെ ആണോ? 60 യൂറോ ഇസ് ടു മച്ച് ഈ ഒരു ഡ്രസ്സിന്, അല്ലേ? ഈ ഒരു ടോപ്പിന്. പ്ലെയിൻ ടോപ്പാണ്, പ്രിൻ്റ് ഉള്ളത്, പ്രത്യേകിച്ചൊന്നുമില്ല. എൻ്റെ കാൽക്കുലേഷൻ തെറ്റാണോ? നിങ്ങൾക്ക് എന്താ തോന്നണം? ഇതൊരു പഴംതുണി പോലെയല്ലേ? കണ്ടു കഴിഞ്ഞപ്പോൾ അങ്ങനെ തോന്നിയില്ല, പക്ഷെ ഇട്ട് കഴിഞ്ഞപ്പോൾ ഇവിടെ ഒന്നും തീരെ ഒരു വൃത്തിയില്ലാത്ത പോലെ. ക്യാൻസൽ, എൻ്റെ മൂഡ് പോയി. 2 ട്രൈ ചെയ്തു, ഒന്ന് കീറിയതൊന്നും ഇങ്ങനെയും. അതങ്ങനെ നോക്കിയപ്പോൾ ഇങ്ങനെ ഒരു സുഖമില്ല. അതിനേക്കാളും കൂടുതൽ തുണി ഒരു പഴംതുണി പോലെ. ക്യാൻസൽഡ്. ഞാനും വിചാരിക്കുകയായിരുന്നേ, ഇവിടെ നമ്മൾ സാധാരണ കാണുന്നതിനേക്കാളും പിള്ളേരും പിന്നെ അവരുടെ ഗ്രാൻഡ് പേരൻസും ഒക്കെ ഉണ്ട്. എനിക്ക് തോന്നുന്നു അവർക്ക് ഇപ്പോൾ സ്പ്രിംഗ് വെക്കേഷനാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഒരാഴ്ച അതിൻ്റെ ഭാഗമായിട്ട് പിള്ളേരൊക്കെ കൂട്ടി കറങ്ങാൻ ഇറങ്ങിയതാണ്. നമുക്ക് ഡഗ്ലസ് എന്നൊരു സാധനം വാങ്ങിക്കാണ്ട്, ഡഗ്ലസ് ഓർ ഡഹ്ലസ്. ഇവിടുന്ന് ഒരു ലിപ് ബാം വാങ്ങിക്കാണ്ട്. ലിപ് ബാം ആണോന്ന് അറിയില്ല, ഗ്ലോ ആൻഡ് പ്ലേ എന്ന് പറഞ്ഞിട്ട് മാക്കിൻ്റെ ഒരു ലിപ് ബാം ഞാൻ വാങ്ങിക്കാറുണ്ടായിരുന്നു. അത് ഭയങ്കര അടിപൊളിയാണ്. അത് തീർന്നു പോയിട്ടൊക്കെ സാധനം വാങ്ങിക്കണമെങ്കിൽ ശരിക്കും സാധനം നല്ലതാണ്. മാക്കിൻ്റെ ഈ ഒരു ലിക്വിഡ് മാറ്റ് ലിപ്സ്റ്റിക്കും അതേപോലെ ഗ്ലോ ആൻഡ് പ്ലേ എന്ന് പറയുന്ന ഈ ഒരു ലിപ് ബാമും ഇല്ലേ, ഇത് രണ്ടും കിടിലോ ആണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പം ഞാൻ ഈ ഒരു ഷെയ്ഡാണ് ഇത്തവണ ഗ്ലോ ആൻഡ് പ്ലേ എടുത്തിട്ടുള്ളത്. ഇത് നമുക്കൊരു ചരിത്ര മുഹൂർത്തമാണ്. ഞാൻ ഫുൾ കാര്യം ഡച്ചിൽ പറഞ്ഞ് സാധനം വാങ്ങി അവിടുന്ന് ഇറങ്ങി. എൻ്റെ മുറിയൻ ഡച്ച് കണ്ടു കഴിഞ്ഞപ്പോൾ അവർ ചോദിച്ചു ഞാൻ ഇംഗ്ലീഷാണ് പ്രിഫർ ചെയ്യുന്നതെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞല്ല, എനിക്ക് ഡച്ച് സംസാരിക്കണം. പക്ഷേ ഇവിടെ എല്ലാവർക്കും ഇംഗ്ലീഷ് അറിയാം. പൊതുവെ എല്ലാവർക്കും ഭയങ്കര നല്ല ഇംഗ്ലീഷ് അല്ലെങ്കിലും എല്ലാവരും ഇംഗ്ലീഷ് സംസാരിക്കും.
അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഡച്ചിൽ ട്രൈ ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ അവസാനം മുറിയൻ ഡച്ചിൽ സാധനങ്ങൾ പറഞ്ഞ് വാങ്ങിപ്പോന്നു. അതൊരു ചരിത്ര മുഹൂർത്തമായി ഞാൻ കണക്കാക്കുന്നു. ഇവിടെ കണ്ടോ വീണ്ടും നമ്മൾ പറഞ്ഞ സെയിം പാറ്റേൺ. ഇത് നിങ്ങൾ ഇനി എവിടെയെങ്കിലും കാണുകയാണെങ്കിൽ ധൈര്യമായിട്ട് വാങ്ങിക്കാമെന്ന് എനിക്ക് തോന്നണം കേട്ടോ. കാരണം അത്ര ഇത് ട്രെൻഡിലാണ്. ഞാൻ ഈ ഉപയോഗിക്കുന്ന നോസ് റിങ്ങില്ലേ, അതധികം ഞാൻ ഒന്നെങ്കിൽ CNA അല്ലെങ്കിൽ ക്രൗഡ് ഫാത്ത് എന്ന് പറഞ്ഞിട്ടുള്ള 2 കടയിൽ നിന്നാണ് വാങ്ങിക്കാറ്. ഇവിടെ ഇങ്ങനെ ഇഷ്ടം പോലെ ഓപ്ഷൻസ് ഉണ്ടാവാറുണ്ട്. അപ്പോൾ 3 എണ്ണത്തിന് 14 യൂറോ അങ്ങനെയൊക്കെ റേറ്റ് വരിക. അപ്പോൾ ഇവിടെ വരുമ്പോൾ ജസ്റ്റ് ഒന്ന് നോക്കും, നല്ലത് കാണുകയാണെങ്കിൽ വാങ്ങിക്കും. നമ്മൾ കുറച്ച് ഡീപ്പായിട്ടുള്ള നെക്കൊക്കെ ഇടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇടാൻ പറ്റുന്ന ടൈപ്പ് മാല. ഇതൊക്കെ വാങ്ങിച്ചുകൊണ്ടായാലുണ്ടല്ലോ സമയത്തെടുത്ത് ഉപയോഗിക്കാൻ അറിയുക എന്നുള്ളത് വേറൊരു കഴിവാണ്. ആ കഴിവ് എനിക്കില്ല. ഞാൻ അതൊക്കെ വാങ്ങിച്ചോണ്ടിട്ട് മറക്കും. എന്നിട്ട് സ്ഥിരമായിട്ട് ഞാൻ നോക്കിയൊക്കെ ഒരു ഓർണമെൻറ്റ്സും പൊതുവേ ഇടാറില്ല കേട്ടോ, മാലയും കമ്മലും ഒന്നും. പക്ഷെ കണ്ടൊക്കെ വാങ്ങിക്കാൻ തോന്നും, എന്നിട്ടൊന്നും ഉപയോഗിക്കില്ല. എനിക്കറിയുന്നതിനൊക്കെ കൃത്യമായിട്ട് ഉപയോഗിക്കുന്ന ഒരാൾ അമ്മു ചേച്ചിയാണേ. അമ്മു ചേച്ചി നല്ല അടിപൊളിയായിട്ട് മാച്ചിങ് ആയിട്ട് ഓർണമെൻറ്റ്സ് ഒക്കെ ഇടും. അതൊരു വലിയ സ്കില്ലാണ്. കണ്ടോ, ഇതൊക്കെ നോസ് റിംഗ് ആണേ. ഇവിടെ അത്യാവശ്യം ഇങ്ങനത്തെ നല്ല കളക്ഷൻസ് ഉണ്ടാവാറുണ്ട്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടേ. ഇതൊരു സ്റ്റാർ പോലെ, ഇത് റിങ്ങാണ്. അങ്ങനെ ഇത് നമ്മൾ എടുത്തിരിക്കുന്നു. അത് അവസാനിപ്പിക്കുകയല്ലേ, കുറേ നേരമായി നമ്മളിന്ന് പുറത്തേക്ക്. ഇങ്ങനത്തെ സ്ട്രൈപ്സ് ഇനി കാണുകയാണെങ്കിൽ നിങ്ങൾ കണ്ണും അടച്ചെടുക്കുക കേട്ടോ. എല്ലാ കടയിലും ഞാൻ ഇന്ന് കയറിയ എല്ലാ ഷോപ്പിലും ഞാൻ ഇതിൻ്റെ പല പാറ്റേൺ കണ്ടിട്ടുണ്ട്. തൽക്കാലത്തേക്ക് എനിക്ക് ഇനഫ് മീ ടൈം കിട്ടിയിട്ടോ. എനിക്കിഷ്ടമാണ് ഇങ്ങനെ പുറത്ത് വന്നിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യാൻ. അപ്പോൾ കുറച്ച് കാലത്തിന് ശേഷം മടി ഉണ്ടായിരുന്നു, അത് ചെയ്തപ്പോൾ ഒരു സുഖം തോന്നുന്നുണ്ട്. നമുക്കിനി മെല്ലെ തിരിച്ച് വീട്ടിൽ പോകാം. കാരണം എനിക്ക് കുറച്ചൊരു ബാക്ക് പെയിൻ വരുന്നുണ്ട്. അപ്പോൾ മുന്നത്തെ പോലെ നമുക്ക് മുഴുവൻ അങ്ങോട്ട് വിചാരിച്ച പോലെ എല്ലാം അങ്ങോട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ചെറിയ കോംപ്രമൈസാണ് ഇപ്പോൾ വീട്ടിൽ പോകാന്നുള്ളത്. സത്യം പറയുകയാണെങ്കിൽ ഞാനിന്ന് ഭയങ്കര എക്കണോമിക്കൽ ഷോപ്പിംഗ് ആയിരുന്നു എന്ന് പറയാം. കാരണം എൻ്റെ ഗിഫ്റ്റ് കാർഡിലെ മുഴുവൻ ബഡ്ജറ്റ് ഞാൻ ഉപയോഗിച്ചിട്ടില്ല. ഇനി എനിക്ക് പകുതിയോളം ബഡ്ജറ്റ് ബാക്കിയുണ്ട്. പിന്നെ കുറേ റാൻഡമായിട്ട് അതും ഇതൊന്നും വാങ്ങിയില്ല. എനിക്ക് അത്യാവശ്യം വേണ്ട സാധനങ്ങളെ വാങ്ങിയുള്ളൂ. വിഷ്ണുവിനായിട്ട് കല്യാണം കഴിഞ്ഞതിന് ശേഷം നമുക്ക് 2 പേർക്കും ഒരേ സ്വഭാവത്തിൽ വന്ന വ്യത്യാസമാണ്. ഞാൻ ഷോപ്പിംഗ് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ ഇപ്പോൾ കുറച്ചും കൂടെ പൈസ നോക്കി ഇതാ പൈസയ്ക്ക് വാലിഡ് ആണോ എന്നൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടി തുടങ്ങി. മുന്നേ അതുണ്ടായിരുന്നില്ല. എനിക്ക് ഇഷ്ടപ്പെട്ടാൽ ഞാൻ എടുക്കുന്നു, അത്രേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ വിഷ്ണുവിന് വന്നൊരു മാറ്റം, വിഷ്ണു കുറച്ച് ഷോപ്പ് ചെയ്യാൻ തുടങ്ങി എന്നുള്ളതാണ്. എനിക്ക് പക്ഷെ ഇപ്പോഴുള്ള എൻ്റെ ഒരു ലെവൽ ഓഫ് ഷോപ്പിംഗ് എനിക്ക് ഇഷ്ടമാണ് കേട്ടോ. എനിക്ക് നിർത്താൻ തോന്നാറില്ല. ചില സ്വഭാവം വേറെ ആൾക്കാർ പറയും മോശമാണ് എന്നുണ്ടെങ്കിലും നമുക്ക് ലൈഫിൽ കുറച്ച് സന്തോഷം കിട്ടുന്ന കാര്യങ്ങളായിരിക്കാം ചില കാര്യങ്ങൾ. അപ്പോൾ എനിക്കത് മാറ്റി വെച്ചൊരു ക്ലീൻ പേഴ്സൺ ആവണമെന്നൊന്നും എനിക്ക് തോന്നാറില്ല. ഇങ്ങനത്തെ ചെറിയ പ്രശ്നങ്ങൾ ആൾക്കാർക്ക് വേറുള്ളവർക്ക് തോന്നുകയാണെങ്കിൽ ഇറ്റ്സ് ഓക്കെ. കാരണം ഞാനത് ഭയങ്കര എൻജോയ് ചെയ്യുന്ന ടൈമാണ്. എനിക്ക് ഒറ്റയ്ക്ക് ഇങ്ങനെ പോവുക, ഷോപ്പ് ചെയ്യുക, തിരിച്ചു വരിക, വീട്ടിൽ പോയിട്ട് അതിട്ട് നോക്കുക, റിട്ടേൺ ചെയ്യുക, പിന്നെ ഇഷ്ടമുള്ളത് നോക്കി വാങ്ങിക്കുക എന്നുള്ളതൊക്കെ എൻ്റെ ഒരു വെരി പേഴ്സണൽ ടൈമാണ്. എനിക്കത് അതൊക്കെ ചെയ്യാനല്ലേ നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ നമുക്ക് തൽക്കാലം പോവാം. ഇന്നെൻ്റെ വർത്തമാനം കുറച്ച് കൂടുതലാണോ? ഇപ്പോഴല്ല, കഴിഞ്ഞ ഒരു 2 ആഴ്ചയായിട്ട് എനിക്ക് വായ അടക്കി വെക്കാൻ പറ്റുന്നില്ല. എന്നോട് വിഷ്ണു പറയുന്നുണ്ട് വിഷ്ണു വീട് മാറുന്നു. കാരണം വർത്തമാനം നിർത്തിയിട്ട് സമയമില്ല. അതുകൊണ്ട് വിഷ്ണു വീട്ടിൽ നിന്ന് വർക്ക് ചെയ്യുന്നത് കുറച്ച് കുറച്ചിട്ടുണ്ടേ. കാരണം എൻ്റെ വർത്തമാനം ഇങ്ങനത്തെ വിഷ്ണു വർക്ക് ചെയ്യാൻ പറ്റുന്നില്ല. ജീവിതത്തിൽ നമ്മൾ തിരക്കേടുള്ളത് ജീവിക്കാൻ വേണ്ടിയിട്ട് പല സ്കില്ലും നമ്മൾ പഠിക്കുമല്ലോ. അങ്ങനെ പഠിച്ചതിൽ എനിക്ക് ഏറ്റവും ഭയങ്കര ബെനിഫിഷ്യലായിട്ടും ഞാൻ പഠിച്ചതിൽ എനിക്ക് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ് കേട്ടോ ഡ്രൈവിങ്. ഞാൻ ഇവിടെ വന്നിട്ടാണ് പഠിക്കുന്നത്. ഞാൻ ആക്ച്വലി പഠിക്കാൻ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. നാട്ടിൽ നിന്ന് ഞാൻ സ്കൂട്ടർ മാത്രമേ ഓടിക്കുള്ളായിരുന്നു. എനിക്കൊരു സ്കൂട്ടി ഉണ്ടായിരുന്നു, ആക്റ്റീവ. അപ്പോൾ അതിലായിരുന്നു എൻ്റെ വളാഞ്ചേരിയിലെ നടത്തങ്ങളൊക്കെ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഞാൻ എന്താ പറയുക KSRTC ആയിരുന്നു എൻ്റെ മെയിൻ വാഹനം. അത് കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നപ്പോഴാണ് ഞാൻ ഡ്രൈവിംഗ് പഠിച്ചത്. ജോലിയുടെ ആവശ്യമായിട്ടാണ് ഡ്രൈവിംഗ് പഠിച്ചത്. മുന്നേ തൊട്ടേ ഫോളോ ചെയ്യുന്ന ആൾക്കാർക്ക് ആ കഥകളൊക്കെ അറിയുന്നുണ്ടായിരിക്കും, ഞാനിങ്ങനെ പറയാറുണ്ടായിരുന്നു. അപ്പൊ എനിക്ക് ജോലിയിൽ നിന്ന് തന്നെയാണ് എനിക്ക് ലൈസൻസ് എടുത്തത്. കാരണം ഇവിടെ കസ്റ്റമർ സപ്പോർട്ടായിട്ടാണ് ഞാൻ ഇനീഷ്യലി ജോലിക്ക് കയറിയത്. അപ്പൊ സൈറ്റിൽ പോകേണ്ട ആവശ്യം വരുന്നതുകൊണ്ട് എനിക്ക് കമ്പനിയിൽ നിന്ന് കാറും ഉണ്ടായിരുന്നു. എനിക്കപ്പോൾ ഡ്രൈവിംഗ് അറിയാത്തത് കൊണ്ട് അവരെന്നെ ഡ്രൈവിംഗ് പഠിപ്പിക്കുകയും ചെയ്തു. അവരെന്നെയാണ് എനിക്ക് ലൈസൻസ് സ്പോൺസർ ചെയ്യുകയും ചെയ്തത്. അങ്ങനെ അത് പഠിച്ചു കഴിഞ്ഞപ്പോ ഉണ്ടല്ലോ എനിക്ക് എന്റെ ജീവിതം രണ്ടാക്കി മാറ്റാൻ പറ്റും. അതായത് ഡ്രൈവിംഗ് പഠിക്കുന്നതിന്റെ മുന്നേ എനിക്കൊരു ടൈപ്പ് ഓഫ് ജീവിതവും ഡ്രൈവിംഗ് പഠിച്ചു കഴിഞ്ഞപ്പോൾ വേറൊരു ടൈപ്പ് ഓഫ് ജീവിതമായിരുന്നു. കാരണം ഭയങ്കരമായിട്ട് നമ്മുടെ ഡിപ്പെൻഡൻസി ആൾക്കാരിൽ കുറഞ്ഞു. നമ്മുടെ സമയം കുറച്ചും കൂടെ നമുക്ക് നന്നായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റി. കാരണം ഇപ്പൊ ഞാനിവിടെ നിൽക്കുന്നത് എന്റെ വീടിന്റെ അവിടുന്ന് ഏകദേശം ഒരു 1.5 കിലോമീറ്ററിന്റെ അടുത്തുണ്ട് അടുത്തുള്ള ബസ് സ്റ്റോപ്പിലോട്ട്.
അപ്പോ അവിടെ പോയാലും ബസ്സിന്റെ ടൈമിംഗ് നോക്കണം, അതൊക്കെ നമുക്ക് ചെയ്യാം. പക്ഷെ എന്നാലും സ്റ്റിൽ നമുക്ക് ഡ്രൈവിംഗ് അറിയുന്നുണ്ടെങ്കിൽ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നു, നമ്മൾ കാർ എടുക്കുന്നു, വരുന്നു, ഇവിടെ നിർത്തുന്നു, തിരിച്ചു വരുന്നു. ഇവിടെ ആണെങ്കിൽ നമുക്ക് കുറച്ച് പാർക്കിങ്ങും കാര്യങ്ങളൊക്കെ നോക്കി കഴിയാത്ത റഷ് ആയിട്ടുള്ള ഏരിയ അല്ല ഇവിടെ. അപ്പോ ഭയങ്കര ഭയങ്കര യൂസ്ഫുൾ ആണ്. എനിക്ക് എന്റെ മൂവ്മെന്റ്സ് ഭയങ്കര ഈസി ആക്കി തന്നൊരു സ്കില്ലാണ് ഡ്രൈവിംഗ്. ആൻഡ് ആര് ചോദിക്കുകയാണെങ്കിലും ഞാൻ ജീവിതത്തിൽ നിങ്ങൾക്ക് സമയം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഉണ്ടാക്കി പഠിക്കേണ്ട ഒരു കാര്യമുണ്ടോ ഡ്രൈവിംഗ്. കാരണം നമുക്ക് ഭയങ്കരമായിട്ട് ഇൻഡിപെൻഡന്റ് ആവാൻ വേണ്ടിയിട്ട് പറ്റും. ഇത് ഞാൻ പറഞ്ഞു തരുന്നതിനേക്കാളും നിങ്ങൾ വൺസ് ഡ്രൈവിംഗ് പഠിച്ച് കാര്യങ്ങൾ ചെയ്തു തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് ആ ലെവൽ ഓഫ് ഇൻഡിപെൻഡൻസി കുറച്ചും കൂടെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ജസ്റ്റ് ലൈസൻസ് എടുക്കുക മാത്രമല്ലാതെ നമുക്ക് നന്നായിട്ട് വണ്ടി ഓടിക്കാൻ പറ്റുക എന്നുള്ളത് ഭയങ്കര നല്ലൊരു സ്കില്ലാണ്. ഞാൻ ചിലപ്പോൾ ഇത്ര ഇമോഷണൽ ആവുന്നത് മുകളില്. അങ്ങനെ നമ്മൾ വീട്ടിലെത്തി. നേരത്തെ ഞാൻ ഡ്രൈവിങ്ങിനെ പറ്റി പറഞ്ഞത് എന്നെ പോലെ സാധാരണക്കാരെ പറ്റിയിട്ടാണ് കേട്ടോ. അപ്പൊ നമുക്കൊരു ഡ്രൈവറെ ഒന്നും അഫോർഡ് ചെയ്യാൻ പറ്റില്ല. അങ്ങനത്തെ ആൾക്കാരെ പറ്റി. ഹേ ബായ്, എനിക്ക് തണുക്കില്ലല്ലോ, പിടിച്ചോ. യാ കണ്ടോ വിഷ്ണുവിനെ പറ്റി പ്രൗഡാവുന്നത്. ആ അത് വിഷ്ണു എനിക്ക് എല്ലാം കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നോക്കി അങ്ങോട്ട് ശരിയായി വന്നില്ല. കാരണം ഇപ്പൊ ഒട്ടും സെയിലുള്ള സമയമല്ല. ഭയങ്കര ആ ഒരു റേറ്റിന് പല സാധനങ്ങളും എനിക്ക് വേണമെന്ന് തോന്നിയില്ല. അപ്പോ ഓൺലൈൻ നോക്കാന്ന് വിചാരിച്ചു. ഞാൻ കുറച്ചു നേരം കിടന്നിട്ട് വരാം. ഒരു മണിക്കൂർ ഡിന്നർ കുക്ക് ചെയ്യാം. 7 മണിക്ക് വിളിച്ചോളൂ. നമ്മള് ഒരു എക്സാമും കൂടെ ബാക്കിയുണ്ട് ഡച്ചില്, സ്പീക്കിങ്. അപ്പോൾ അതിൻ്റെ മെറ്റീരിയൽ വിഷ്ണു ഒപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ കുറച്ച് നേരം ഒന്ന് കിടക്കട്ടെ. അങ്ങനെ മേജർ ക്ഷീണമൊന്നുമില്ല, പക്ഷെ എന്നാലും ഐ തിങ്ക് നമ്മളിന്നൊരു ആക്റ്റീവ് ഡേ ആയ സ്ഥിതിക്ക് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് എടുക്കാം. പോവാം. നമ്മൾ ഡിന്നർ കഴിക്കാൻ പുറത്തു പോവാണ്. ഇന്ന് ചിക്കൻ ഡ്രാപ്പായിരുന്നു നമ്മുടെ പ്ലാൻ പ്രകാരം ഡിന്നർ. ഞാൻ എന്തിനാണ് ഈ സ്റ്റേഴ്സ് കാണിച്ച് പറയുന്നത്? എൻ്റെ മുഖം കാണിക്കട്ടെ. ഉറങ്ങൊന്നും ചെയ്തില്ല, ചുമ്മാ ഇങ്ങനെ കിടക്കായിരുന്നു. അപ്പോൾ ഇന്ന് ചിക്കൻ റാപ്പായിരുന്നു നമ്മുടെ പ്ലാൻ പ്രകാരം ഡിന്നർ. പക്ഷെ ഉച്ചയ്ക്ക് ഞാൻ ഓൾറെഡി ഒരു ചിക്കൻ സാൻഡ്വിച്ചല്ല കഴിച്ചത്, അപ്പോൾ കഴിക്കാൻ തോന്നുന്നില്ല. പിന്നെ നമുക്ക് സാമൺ ഓപ്ഷൻസ് ഒക്കെ ഉണ്ട് ഉണ്ടാക്കാൻ. എനിക്ക് ഭയങ്കര മടി ഉണ്ടാക്കാൻ. വിഷ്ണുവിനാണെങ്കിൽ ഇന്ന് സ്വിമ്മിങ്ങിനുള്ള ദിവസമാണ്. അപ്പോൾ വിഷ്ണുവിനെ കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ, വിഷ്ണു അത്ര ഫാസ്റ്റായിട്ട് കുക്ക് ചെയ്യുന്ന ഒരാളല്ലല്ലോ. വിഷ്ണു കുക്ക് ചെയ്യാൻ തുടങ്ങിയ ടൈം എടുക്കും. അപ്പോൾ കുക്ക് ചെയ്ത് കഴിഞ്ഞ് വിഷ്ണുവിന് 8 ആകുമ്പോൾ സ്വിമ്മിങ്ങിന് പോകണം. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പുറത്തു പോയിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു. നമ്മൾ വീക്ക്ലി വൺസ് ആണ് കേട്ടോ പുറത്തുനിന്ന് കഴിക്കാറ്. ഈ വീക്ക് നമ്മൾ കഴിച്ചിട്ടില്ല ഇതുവരെ. യൂഷ്വലി നമ്മൾ ഫ്രൈഡേയ്സ് ആണ് പുറത്തുനിന്ന് കഴിക്കുന്ന ദിവസം. പക്ഷേ ഈ ഫ്രൈഡേ നമ്മൾ പുറത്തുനിന്ന് കഴിക്കില്ല. കാരണം ഒരു സീക്രട്ട് ഉണ്ട്, നാളെ പറയാം. ഓക്കെ, അപ്പോൾ പോവാം. അതെപ്പോഴുള്ള റിമൈൻഡർ, ഹാവ് ഫ്രൂട്ട്സ്. എൻ്റെ ഫ്രൂട്ട് ടൈമാണെന്ന്. ഇന്നല്ല, ഇപ്പോൾ നമ്മളിവിടെ അടുത്ത് തന്നെയുള്ള ഒരു റെസ്റ്റോറൻറ്റിലാണ് പോവാൻ പ്ലാനുള്ളത്. ഞാൻ ഇപ്പോൾ ഈ കൊറിയർ പറഞ്ഞ ഹെൽത്താണ് വേണേ. ഹാവ് ഫ്രൂട്ട്സ്. ഇന്ന് ABC ജ്യൂസ് അടിച്ചില്ലല്ലോ, തീർന്നോ? ഞാൻ ആഴ്ചയിലൊരു 2 or 3 ടൈംസ് ABC ജ്യൂസ് കുടിക്കാറുണ്ട്. അങ്ങനെയാണ് ഇപ്പോഴത്തെ കാര്യങ്ങളുടെ പോക്ക്. വിഷ്ണുവിന് കഴിഞ്ഞ കുറച്ച് ദിവസം നല്ല ഹെക്റ്റിക് ആയിട്ടുള്ള ജോലിയായിരുന്നു അല്ലേ? രാവിലെയും പകലും ഇല്ലാതെ ജോലി എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. 2 മണി 2:30 കിടക്കും, എന്നിട്ട് രാവിലെ വിഷ്ണു ഓഫീസിൽ പോകും. അങ്ങനെയായിരുന്നു ജോലി പോകുന്നത്. എങ്ങനെയുണ്ട് ഇപ്പോ? കഴിഞ്ഞോ? ഇന്നലത്തോടു കൂടെ ഇഷ്യൂ കുറച്ചൊന്ന് ഫിക്സ് ആയി എന്നാണ് പറയപ്പെടുന്നത് അല്ലേ? എനിക്ക് ദോശ ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. ഒരു മൂവി പ്രൊമോഷനിലോ ഇൻ്റർവ്യൂവിലോ ഒക്കെ കീർത്തി സുരേഷ് പറയില്ലേ, എന്ത് ചോദിച്ചു കഴിഞ്ഞാലും ദോശ. ആ ഒരു കാറ്റഗറിയിലാണ് ഞാൻ. എന്തൊരു കാര്യം ഉണ്ടെന്നുണ്ടെങ്കിലും ദോശയാണ് ഞാൻ ആദ്യം ചൂസ് ചെയ്യുക. എനിക്ക് എൻ്റെ മുഖം കാണിക്കാൻ ആഗ്രഹം വരും. അപ്പോൾ ഇതോടുകൂടെ ഇന്നത്തെ ഒരു വ്ളോഗ് ഇവിടെ അവസാനിപ്പിക്കുന്നു. ഞാൻ കുറേ കാലത്തിന് ശേഷം പുറത്ത് ചുമ്മാ കറങ്ങാൻ വേണ്ടി പോയപ്പോൾ 2 കൈയുള്ളൂ. ഈ കൈ ആക്ഷനും കാണിക്കണേ, ഈ കൈ ക്യാമറയും പിടിക്കണം. ഡോർ അടച്ചിട്ട് ആക്ഷൻ കാണിച്ചോളൂ. എന്തോ അപ്പോൾ ഇതോടുകൂടെ ഞാൻ വ്ളോഗ് അവസാനിപ്പിക്കുന്നു. ഞാൻ പുറത്ത് ചുമ്മാ കറങ്ങാൻ വേണ്ടി പോയി കഴിഞ്ഞപ്പോൾ നിങ്ങളെയും കൂടെ ഒപ്പം കൂട്ടിയതാണ്. കാരണം കുറേ കാലം ഉണ്ടായിരുന്നു. ഒരു മിനിറ്റ് ഒന്നും തീരുമാനാക്കണ്ട കേട്ടോ. ലെറ്റ്സ് ഗോ. ഇതോടുകൂടെ നമ്മുടെ ഇന്നത്തെ ഒരു വ്ളോഗ് ഇവിടെ അവസാനിക്കുന്നു. ഒരു ടാറ്റ പറയൂ. അപ്പോൾ ഞാൻ എൻ്റെ മുഖം ഒന്ന് കാണിക്കാം. ജാക്കറ്റ് ഡോറിൻ്റെ ഇടയിൽ പെട്ടുപോയി. അപ്പോൾ തൽക്കാലം
ഞാൻ ചുമ്മാ ഒരു 3-3.5 മാസത്തിന് ശേഷം പുറത്തൊക്കെ ഒന്ന് കറങ്ങാൻ വേണ്ടി പോയപ്പോൾ കുറച്ച് ഇവിടുത്തെ എൻ്റെ എക്സ്പീരിയൻസും എൻ്റെ ഒപ്പം നിങ്ങളെയും കൂടെ കൂട്ടാമെന്ന് വിചാരിച്ചു. അപ്പോൾ എനിക്ക് എന്തായാലും ദിവസം ഇഷ്ടപ്പെട്ടു, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, സസ്നേഹം, തനി മലയാളി. സസ്നേഹം, വിഷ്ണു ശശികുമാർ. പറഞ്ഞോളൂ, എന്താ ഞാൻ ഒരു ടാറ്റ് പറയടോ. നേരത്തെ പറഞ്ഞു.